ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. കോഴിക്കോട് ഫാറൂഖ് കോളേജ് ഓൾ സ്റ്റുഡൻസ് അസോസിയേഷൻ ഫോസയിലെ അംഗങ്ങളുടെ സംഗമവും തൃശൂർ ജില്ലാ കമ്മിറ്റി രൂപീകരണവും നടത്തി. ഫാറൂഖ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ആയിഷ സ്വപ്ന ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് അലങ്കാരങ്ങളൊന്നും വിശ്വാസം ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് എന്നാണ് എനിക്ക് തോന്നാറുള്ളത് തൃശൂർ ജില്ലയിലെ ആൾക്കാരെ കുറിച്ചിട്ട്. ഇവിടെ ഞാൻ കയറി വരുമ്പോൾ അമ്മ പറഞ്ഞു, ആ മാം തൃശൂർ ജില്ലക്കാരിയാണെന്ന് അറിഞ്ഞില്ല. ആണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ജില്ലകൾ തോറും ഒരു വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമ്മളെല്ലാം ബൗണ്ടറീസ് ഇല്ലാണ്ട് നീങ്ങുന്ന ആൾക്കാരായി മാറിയിട്ടുണ്ട്. അവിടെയാണ് നിങ്ങൾ വർഷങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ റീസെന്റ് ടൈംസിൽ ഫറൂഖ് കോളേജിന്റെ ഭാഗമായിട്ട് നിലനിന്നിട്ടുണ്ടാവുക. ഇവിടെ ഇൻട്രൊഡക്ഷന്റെ ലാസ്റ്റ് ഭാഗമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ അവിടെ കണ്ടത് ഏറ്റവും വലിയ സന്തോഷവും പിന്നെ ഏറ്റവും നല്ല ഓർമ്മകളൊക്കെയാണ് അവിടെ പങ്കുവെക്കുന്നത്. അത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഫറൂഖ് കോളേജ് എന്ന തികവിലേക്ക് ഉയരുന്നതും. പിന്നെ ഞാനിവിടെ പലപ്പോഴും മനസ്സിലാക്കാത്ത ഒരു കാര്യം ഡോക്ടർ അഷ്റഫിനെ പോലത്തെ ബന്ധങ്ങളെ കുറിച്ചിട്ടായിരുന്നു. പല ഫാമിലീസിനെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഡോക്ടർ മാറ്റിയിട്ടുണ്ട്. എന്തിന് ഞങ്ങളുടെ സുവോളജി ഡിപ്പാർട്ട്മെന്റിലെ ഒരു അധ്യാപിക പോലും ഡോക്ടറുടെ അവിടെ ചികിത്സ എടുത്ത് വളരെ ഹാപ്പി ആയിട്ട് കുട്ടിയായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ ലോകത്ത് എത്രമാത്രം മാറ്റങ്ങൾ വരുന്ന വ്യക്തികൾ എന്ന് തന്നെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. അതിപ്പോ തൃശ്ശൂർ ജില്ല മാനിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഉയർന്നു വരുന്ന മറ്റുള്ള വ്യക്തികളെയും അടുത്ത തവണയിൽ ഈ സമിതിക്ക് എന്തായാലും അംഗീകരിക്കാനും ഇതേപോലെ തന്നെ ഓണർ ചെയ്യാനും കഴിയുമെന്ന് വിചാരിക്കുന്നു. പ്രൊഫസർ KA സിറാജ് അധ്യക്ഷത വഹിച്ചു. അതുപോലെ PGക്കും അത് കഴിഞ്ഞ് പിന്നെ അവിടെ തന്നെ അധ്യാപകനായും 31 കൊല്ലക്കാലം ജോലി ചെയ്ത് എൻ്റെ ജീവിതത്തിന്റെ നല്ലൊരു പങ്ക് 36 വർഷക്കാലത്തോളം ഫറൂഖ് കോളേജിൽ ജീവിച്ച ഒരാളാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു താമസം. പിന്നെ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് എത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിച്ച് തൃശ്ശൂർ ജില്ലയുടെ കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് പിന്നെ നാളുകളേറെ ഒരുപാട് സ്ഥലത്ത് കമ്മിറ്റിയൊക്കെ ആയി. ഈ പറഞ്ഞ പോലെ ജില്ലാ കമ്മിറ്റികൾ മാത്രമല്ല പല രാജ്യങ്ങളിൽ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചെങ്കിലും നമ്മുടെ നേതാക്കളൊക്കെ അവിടെ പോവുകയും പിന്നെ ഗംഭീരമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനുശേഷം കോവിഡ് വന്നു. പിന്നെ എനിക്ക് കുറച്ചുകൂടെ തിരക്കുണ്ടായിരുന്നത് ഇത് സംഘാടന എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ മടിച്ചു നിന്നു. ഇപ്പോ വീണ്ടും ഇത് പിന്നെ ഇങ്ങനെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പളൊക്കെ മാറി, സെക്രട്ടറി ഒക്കെ മാറി. ഇപ്പൊ സെക്രട്ടറി യൂസഫ് അലിയാണ്. അപ്പൊ ഈ സമയത്ത് ഇനി ഇത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു. ഹോസ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഡോക്ടർ PP യൂസഫ് അലി മുഖ്യ പ്രഭാഷണം നടത്തി. പ്രമുഖ പൂർവ്വ വിദ്യാർത്ഥികളായ MES അസ്മാബി കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ PK നൂറുദ്ദീൻ, AR ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ C മുഹമ്മദ് അഷ്റഫ്, കൊച്ചിൻ മെട്രോ ചീഫ് വിജിലൻസ് ഓഫീസർ KK അഷ്റഫ് എന്നിവരെയും മുതിർന്ന അംഗങ്ങളായ VP അബ്ദുൽ ഖാദർ, ഡോക്ടർ ഷംസുദ്ദീൻ, VP ഹംസ, ഏറ്റവും പുതിയ ഫോസ അംഗമായ അംന ഷൗക്കത്ത് അലി എന്നിവരെയും യോഗത്തിൽ ആദരിച്ചു. RPM റഷീദ് സ്വാഗതവും അഡ്വക്കേറ്റ് AM അബ്ദുൽ സമദ് നന്ദിയും പറഞ്ഞു. പ്രൊഫസർ PK നൂറുദ്ദീൻ, ഡോക്ടർ ഷംസുദ്ദീൻ എന്നിവർ രക്ഷാധികാരികളായും അഡ്വക്കേറ്റ് AM അബ്ദുൽ സമദ് പ്രസിഡന്റ്, RPM റഷീദ് സെക്രട്ടറി, PM മൊയ്തീൻ ട്രഷറർ ഉൾപ്പെടെ 21 അംഗ ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു.